വോട്ട് വെട്ടിയതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി VM ബിനു മീഡിയ വണിനോട് പറഞ്ഞത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ ചിലർ അസ്വസ്ഥരാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടുണ്ടോ എന്ന് നോക്കാനാകില്ല. മത്സരിച്ച് വിജയം നേടുമെന്നും VM ബിനു പറഞ്ഞു. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് വോട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം നിയമസഭയിലേക്കായാലും പാർലമെൻറ്റിലേക്കായാലും അതുപോലെ തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ വൈഫൊക്കെ വോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് എല്ലാ കൊല്ലവും എല്ലാ 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ പോയി എൻ്റെ വോട്ടിനോട് പരതേണ്ട ആവശ്യമില്ല. ഒന്നാം ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് കുടിയേറിയെടുത്തതല്ല, ഞാൻ ഇവിടെ ജനിച്ച് വളർന്നവനാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു പതർച്ചയൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്ന കുതന്ത്രങ്ങളാണ്. അതെല്ലാ പാർട്ടികളും ചില പാർട്ടികളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അതിലാണ്. കാരണം ആരൊക്കെ വെട്ടി നിരത്താൻ അവരുടെ വിജയമാണ്. അപ്പോൾ അതിൽ വേറെ വ്യക്തിബന്ധങ്ങളോ കാര്യങ്ങളോ നോക്കുന്നില്ല എന്നുള്ളതാണ്. മനഃപൂർവ്വം ആരെങ്കിലും ഇടപെട്ടതായി തോന്നുന്നു? അങ്ങനെയല്ല. ഒരു ഭാഗത്ത് ഞാനിവിടെ സ്ഥാനാർത്ഥി എത്തിയതിന് ശേഷം വല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും എന്നെ പല നിൽക്കുന്നുണ്ട്. ചില പാർട്ടികളിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ കോൺഗ്രസ്സുകാരനായത് എന്തോ തെറ്റായി പോയവരെ ഒരു ചോദ്യം. ഞാൻ അന്തരിഷ്ട കോൺഗ്രസ്സുകാരനാവുമല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ട്. കാരണം ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ശക്തിയുള്ള പാർട്ടി വേറെ ഇല്ല ഇന്ത്യയിൽ. ഒരു ജനാധിപത്യ പാർട്ടിയാണിത്. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. കാര്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആവശ്യപ്പെടുന്നു, അവർ ആ മാറ്റം അർഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി കോഴിക്കോടിൻ്റെ മാറ്റത്തിനും കോഴിക്കോടിലെ സാധാരണക്കാരുടെ അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇതിലൂടെ ചുറ്റി കറങ്ങി നടക്കുമ്പോഴാണ് ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ അവസ്ഥയും അവരൊക്കെ ഏതെല്ലാം യാതന അനുഭവിച്ചാണ് ജീവിക്കുന്നത്. കാരണം ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിക്കൊക്കെ അവർ വന്നു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതല്ലാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സുഖിച്ച് ഇരുന്നിട്ട് AC ഇരുന്നിട്ട് ദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കല്ല വേണ്ടിയത്. ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ, അവരൊക്കെ വലിയ വലിയ നേതാക്കന്മാർ വരട്ടെ ഇവിടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കല്ലായിലെ ഈ പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടിയും അതുപോലത്തെ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.